അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വൃത്തി, ശുദ്ധി എന്ന് പറയുന്നത് മനുഷ്യൻ ജീവിക്കുന്ന എല്ലായിടത്തും പാലിക്കപ്പെടേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് ഇസ്ലാം വൃത്തിക്കും ശുചീകരണ പ്രവർത്തനങ്ങൾക്കും വളരെയധികം ശ്രേഷ്ഠതയും മഹത്വവും കൽപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അത്തഹൂറു നിസ്ഫുൽ ഈമാൻ എന്നും ഷത്രുൽ ഈമാൻ എന്നും ഹദീസിൽ നമുക്ക് കാണാം. അതായത് വൃത്തി, ശുദ്ധി അത് വിശ്വാസത്തിൻ്റെ പകുതിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് വൃത്തിയുടെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വൃത്തിയെയും ശുദ്ധിയെയും കൂടുതൽ പരിഗണിക്കുന്നവനാണ്. ഒരു മുസ്ലിം 5 നേരം നിസ്കരിക്കുന്നവനാണ്. ആ നിസ്കാരത്തിന് മുന്നേ അവൻ നടത്തുന്ന അംഗസ്നാനം, അതിന് അറബിയിൽ വുളു എന്ന് പറയും. ഇത് മാത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും ശുദ്ധമായ വെള്ളമാണ് വുളു ചെയ്യാൻ ഇസ്ലാം കൽപ്പിക്കുന്നത്. അപ്പോൾ വെള്ളം അത് ശുദ്ധിയുള്ള വെള്ളമായിരിക്കണം. ആ ശുദ്ധിയുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ അവൻ്റെ 2 കൈകളും കഴുകുകയാണ് 3 തവണ. അതിനുശേഷം അവൻ്റെ വായയും അതുപോലെ തന്നെ മൂക്കിൻ്റെ ഉൾഭാഗവും വൃത്തിയാക്കുകയാണ്. വായിൽ വെള്ളം കൊപ്പിക്കുന്നതിലൂടെ, മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുന്നതിലൂടെ അതിനകത്ത് അടിഞ്ഞുകൂടിയ പൊടിപടലങ്ങളും അതുപോലെ തന്നെ വൃത്തിഹീനമായ സാഹചര്യങ്ങളെയും ഒക്കെ ഒഴിവാക്കി അവൻ നിയ്യത്ത് ചെയ്ത് വുളുവിലേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് മുഖം 3 തവണ കഴുകിക്കൊണ്ട് അതിൻ്റെ ഫർള് നിർബന്ധമായ ഒരു കർമ്മം അവൻ നിർവഹിക്കുന്നത്. അതിനുശേഷം 3 തവണ വലത് കൈയും 3 തവണ ഇടത് കൈയും മുട്ട് ഉൾപ്പെടെ കഴുകി, തല തടവി, 2 ചെവിയും തടവി, കാല് 2 ഞെരിയാണി ഉൾപ്പെടെ കഴുകിക്കൊണ്ട് ഒരാൾ പൂർണ്ണമായ വുളു ചെയ്യുമ്പോഴേക്കും അവൻ്റെ ബാഹ്യമായി അവൻ ശുദ്ധീകരിക്കപ്പെടുന്നതിന് പുറമെ ആന്തരികമായി ചെറിയ അശുദ്ധിയിൽ നിന്ന് ഒരാൾ ശുദ്ധി വരുത്തുന്നതോടുകൂടി മാത്രമേ അവന് വിശുദ്ധ ഖുർആൻ അത് തൊടാൻ അർഹനാവുകയുള്ളൂ. ആ ഖുർആൻ എടുക്കാനും അത് എടുത്തുകൊണ്ട് ഓതാനും നിസ്കരിക്കാനും സുജൂദ് ചെയ്യാനുമൊക്കെ ഈ ഒരു ശുദ്ധീകരണം വളരെ നിർബന്ധമായ ഘടകമാണ്. അതുമാത്രമല്ല, അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ വൃത്തിഹീനമായൊരു സാഹചര്യത്തെയും ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്നില്ല. അവൻ്റെ നഖം വളരുമ്പോൾ ആ നഖം കൃത്യമായി വെട്ടി ഒതുക്കണമെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നു. അവൻ്റെ ശരീരത്തിലെ ദുർഗന്ധമായ എല്ലാ സാഹചര്യങ്ങളെയും നീക്കം ചെയ്യണം. മൂത്രിച്ചാൽ അത് വൃത്തിയായി കഴുകണം. അതുപോലെ തന്നെ മൂത്രവും മലവും നജിസായി, അത് അശുദ്ധമായി മാലിന്യമായി കണക്കാക്കുന്നതിലൂടെ അതിൽ നിന്നെല്ലാം മുക്തമായിക്കൊണ്ടാണ് ഒരാൾ നിസ്കാരത്തിലേക്ക് വരുന്നത്. അതോടൊപ്പം അവൻ നിസ്കരിക്കുമ്പോൾ ധരിക്കുന്ന വസ്ത്രം, അവൻ നിസ്കരിക്കുമ്പോൾ വിരിക്കുന്ന വസ്ത്രം, അവൻ നിസ്കരിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം, ഇതൊക്കെ നജിസിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കേവലം ഒരു നിസ്കാരത്തിലൂടെ തന്നെ വൃത്തിക്ക്, ശുദ്ധിക്ക് ഇത്രമാത്രം പ്രാധാന്യമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. അവൻ്റെ ശരീരത്തിലെ ദുർഗന്ധമുള്ള ഒഴിവാക്കേണ്ട രോമങ്ങളൊക്കെ ഒഴിവാക്കിയും, താടി പോലെ അതുപോലെ തന്നെ മീശ പോലെ ഒരു പുരുഷൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളമായ അതൊക്കെ നിലനിർത്തിയുമാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. ഇങ്ങനെ കുളിക്കൽ പ്രത്യേകം സുന്നത്തായിട്ടുള്ള സമയങ്ങളും സന്ദർഭങ്ങളും അവന് മുന്നിൽ പ്രത്യേകം കൽപ്പിക്കപ്പെട്ടു. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് രോഗത്തിൻ്റെ വൃത്തിയില്ലാത്ത സാഹചര്യങ്ങൾ കൊണ്ട്, ആ മാലിന്യങ്ങളെ കൊണ്ട് ഒരാൾ രോഗിയാവുന്ന അവസ്ഥ അവനുണ്ടാവുകയില്ല. എല്ലാ സമയത്തും സദാസമയം വൃത്തിയെ കീപ്പ് ചെയ്തുകൊണ്ടാണ് അവൻ ജീവിക്കുന്നത്.
അവൻ കിടക്കുന്ന ഇടമാണെങ്കിലും അവൻ പിന്നെ ജോലി ചെയ്യുന്ന റൂമാണെങ്കിലും എല്ലാ സ്ഥലത്തും വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ഒഴിവാക്കണം. നമുക്കറിയാം, ഇപ്പോൾ വേനൽക്കാലം കഴിഞ്ഞ് നമ്മൾ ഒരു മഴക്കാലത്തിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സർക്കാർ തലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? ജലജന്യ രോഗങ്ങൾ പടരാതിരിക്കാൻ, കൊതുകുകൾ വളരുന്ന സാഹചര്യം ഒഴിവാക്കാൻ. ഇതൊക്കെയും എത്ര കൃത്യമായിട്ടാണ് ഇസ്ലാം വളരെ നേരത്തെ പഠിപ്പിച്ചത്. ഒരു മനുഷ്യൻ മൂത്രമൊഴിക്കുമ്പോൾ അത് എവിടേക്ക് ഒഴിക്കാൻ പാടില്ല. ജനങ്ങൾ കൂടുന്നിടത്ത്, ജനങ്ങൾ സംസാരിക്കുന്നിടത്ത്, വഴിയിൽ, അതുപോലെ തന്നെ ഏതെങ്കിലും ജീവികൾ പാർക്കുന്ന മാളങ്ങളിൽ, മരത്തിന് ചുവട്ടിൽ, ജനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ, ചെറുതായിട്ട് ഒലിക്കുന്ന വെള്ളത്തിൽ, ഇവിടെയൊന്നും വൃത്തികേടുണ്ടാക്കരുത്, മാലിന്യങ്ങൾ വലിച്ചെറിയരുത്, മലമൂത്ര വിസർജനങ്ങൾ നടത്തരുത് എന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൃത്യമായി മനുഷ്യനെ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുത്തത്വഹിരീൻ, അള്ളാഹു ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുകയാണ്. ശുദ്ധിയുള്ളവരെ അള്ളാഹുവും അവൻ്റെ റസൂലും മലക്കുകളും ഇഷ്ടപ്പെടുന്നു എന്ന് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് നമ്മുടെ കുട്ടികൾ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുനാളിലെ വൃത്തിയുള്ള ഒരു അന്തരീക്ഷം അവർക്ക് രൂപപ്പെടുമ്പോഴാണ് അവർക്ക് ബുദ്ധിക്ക് വികാസം ഉണ്ടാകുന്നത്. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, മൻ നദുഫ സിയാബുഹു, ഒരാളുടെ വസ്ത്രം വൃത്തിയുള്ളതായാൽ അവന് സാദ അഖ്ലുഹു, അവൻ്റെ ബുദ്ധി വർദ്ധിക്കും. മൻ നദുഫ സിയാബുഹു, അതുപോലെ തന്നെ ഒരാൾ സുഗന്ധം ഉപയോഗിച്ചാൽ, ആ സുഗന്ധം ഉപയോഗിച്ചാൽ അവൻ്റെ ഖല്ലഹമുഹു, അവൻ്റെ ടെൻഷൻ കുറയും, അവൻ്റെ ചിന്തകൾക്ക് ഒന്നുകൂടി ഒരു ബുദ്ധിപരമായി ചിന്തിക്കാൻ അവന് സാധിക്കും. ഇങ്ങനെ മഹാന്മാരൊക്കെ പഠിപ്പിച്ചത് വൃത്തിയുടെ, ശുദ്ധിയുടെ പാഠങ്ങളാണ്. അത് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. രോഗാതുരമായ അവസ്ഥകൾ തൊട്ട് മാറി നിൽക്കാൻ കഴിയണം. മാലിന്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. മലിനമുക്തമായ ഒരു അന്തരീക്ഷം നമുക്കുണ്ടാക്കാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.